ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗ സീരിയലിലെ നാളത്തെ അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദ് ആണെങ്കിൽ ആ അപ്പൂപ്പന്റെ ക്രിസ്മസ് അപ്പൂന്റെ വേഷമൊക്കെ ഇടുമ്പോഴേക്കും അമലു പറയുന്നുണ്ട്, ആ കൊള്ളാലോ ഈ വേഷത്തിൽ, എന്നാലേ ആ കരോള് കൂടാൻ വേണ്ടി വിനായകേട്ടനെ വന്നൂടെ എന്ന് പറയുമ്പോൾ വരാമെന്ന് നമ്മുടെ ഗംഗപ്രസാദ് പറയേണ്ട. അമലിന് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അടുത്ത ദിവസമാണ് ഇവര് ആ ഒരു ക്രിസ്മസിന്റെ ആഘോഷത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന ദിവസം കേട്ടോ. അന്ന് നമ്മുടെ അമലു ആണെങ്കിൽ അച്ഛനോടും അമ്മയടുത്തും പറയണ്ട, അപ്പ അമ്മ അത് വിനായകേട്ടൻ ഇവിടെ തന്നെ നിൽക്കല്ലേ, നമ്മുടെ പള്ളിയിൽ പെരുന്നാളാണല്ലോ, അപ്പൊ വിനായകേട്ടനും അവിടെ വന്നാലോ എന്നൊരു ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോ മൂപ്പൻ പറയുന്നുണ്ട്, മോളെ അങ്ങനെ വന്നാൽ എങ്ങനെയാ ശരിയാവാ, അവന്റെ ശത്രുക്കൾ എങ്ങാനും അവനെ കണ്ടു കഴിഞ്ഞ പ്രശ്നമാവില്ലേ, അവനെ വെച്ചേക്കോ, അവനെ എത്ര നാൾ നമ്മൾ സംരക്ഷിച്ചാൽ പിന്നെ ഒരു കാര്യം ഇല്ലാണ്ട് ആവില്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും അമല് പറയണ്ട്, ആ കാര്യം ഓർത്ത് അപ്പ പേടിക്കേണ്ട, അവർക്ക് ആർക്കും മനസ്സിലാവാത്ത രീതിയിലേക്കായിരിക്കും വിനായകേട്ടൻ വരുന്നത്. നീ എന്താ മോളെ പറയണത്, അവര് മനസ്സിലാവാതെ വിനായകൻ ഏത് വേഷത്തിലാ വരാൻ പോണതാ നീ പറയണത്? അതോ കരോളിന് നമ്മൾ എന്തായാലും ക്രിസ്മസ് പാപ്പയുടെ വേഷമൊക്കെ ഇട്ടല്ലേ അവരുടെ കൂടെ പോളൂ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉപയോഗിച്ച ക്രിസ്മസ് പാപ്പയുടെ വേഷമില്ലേ, ആ വേഷത്തെ വിനായകേട്ടൻ വന്നോട്ടെ. അത് കൊള്ളാം, നല്ലൊരു ഐഡിയ ആണ്. അല്ല, വിനായകൻ അങ്ങനെ വരാൻ താല്പര്യമുണ്ടെന്ന് മോളോട് പറഞ്ഞു? പറഞ്ഞു വച്ചാ അതുകൊണ്ടാ നമുക്ക് അങ്ങനെ കൊണ്ടുപോയാലോ. എന്നാ ശരി, മോളുടെ കാര്യം ചെയ്യും, നാളെ മോളും വിനായകയും കൂടി പള്ളിയിൽ പെരുന്നാളിന് പോയിക്കോ, തൊട്ടു പിന്നാലെ ഞങ്ങളും വന്നോളാം എന്ന് പറയാണ്. വേലു പറയണ്ട്, അവനെയും കൂട്ടിക്കൊണ്ടാണോ നീ പോവാൻ പോണത്? പോയാൽ എന്താ കുഴപ്പം, വിനായകേട്ടൻ എപ്പോഴും ഇവിടെ തന്നെ ഇരിക്കല്ലേ, പള്ളിയിൽ പെരുന്നാളിനെ കൊണ്ടുവരാൻ എന്താ പ്രശ്നം? കൊണ്ടുപോകണതൊക്കെ കൊള്ളാം, തിരിച്ചാവും വന്നാ മതി. എന്തൊക്കെയാ വേലുവേട്ടൻ ഈ പറയണത്? എല്ലാ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആവുമ്പോഴേക്കെ ചിലപ്പോ അവൻ അന്വേഷിച്ചിട്ടേ ആരെങ്കിലൊക്കെ അവിടെ ഉണ്ടാവുമായിരിക്കും. ചിലപ്പോ അവന്റെ ശത്രുക്കളായിട്ടുണ്ടെങ്കിൽ ഇല്ലാതാക്കാനും മതി, പിന്നെ അവൻ തിരിച്ചു വരില്ലല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ വേലുവേട്ടന്റെ വന്ന ആവിന്ന് എപ്പോഴും ഇങ്ങനത്തെ വർത്താനം മാത്രമേ വീഴുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അമല് വഴക്ക് പറഞ്ഞിട്ട് പോവാട്ടോ. എന്നിട്ട് വിനായകൻ നമ്മുടെ ഗംഗപ്രസാദ് പറയുന്നുണ്ട്, വിനായകേട്ടൻ ഒന്നും കൂടെ ടെൻഷൻ ആവണ്ട, നാളെ തന്നെ നമ്മൾ പള്ളിപ്പെരുന്നാളിന് പോകും. അവിടെ പോയിട്ട് വിനായകേട്ടൻ ഈ വേഷത്തിൽ വന്നാൽ മതി, നമുക്ക് പള്ളിപ്പെരുന്നാളൊക്കെ കണ്ട് അവിടുത്തെ പരിപാടിയൊക്കെ കണ്ട് തിരിച്ചു വരാമെന്ന് പറയാണ്. പള്ളിപ്പെരുന്നാളിന് പോകുമ്പോ എനിക്കെന്ത് മേടിച്ചു തരുമെന്ന് പറയുമ്പോ എന്റെ കയ്യിൽ പൈസ ഇപ്പൊ ഇല്ലെന്ന് പറയാണ്. പക്ഷെ നാട്ടിലേക്ക് പോകുമ്പോ നിനക്ക് ഞാൻ സ്വർണത്തിന്റെ വള വാങ്ങിച്ചു തരും എന്ന് നമ്മുടെ ഗംഗപ്രസാദ് പറയുമ്പോ, അതൊക്കെ വാങ്ങിക്കാനുള്ള പൈസ വിനായകേട്ടന്റെ കയ്യിലുണ്ടോ? പിന്നെ ഒരുപാട് പൈസ ഉണ്ടെന്നൊക്കെ വിനായകൻ വീണ്ടും നമ്മുടെ ഗംഗപ്രസാദ് വീമ്പളൊക്കെ കേട്ടോ. അതിനുശേഷം അമലിന് സന്തോഷമാവാണ്. പിറ്റേ ദിവസം തന്നെ അമലു കൊടുത്ത ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ നമ്മുടെ ഗംഗപ്രസാദ് ഇരിക്കുകയാണ്. അങ്ങനെ ആ പള്ളി കണ്ടിട്ട് പതുക്കെ അമലു കാണാതെ അവിടെ നിന്ന് അമലിന്റെ കണ്ണൊന്ന് തെറ്റുമ്പോഴേക്കും അവിടെ നിന്ന് നാട്ടിലേക്ക് പോകാനായിട്ടാണ് ഗംഗപ്രസാദിന്റെ ഉദ്ദേശം കേട്ടോ. അതുപോലെ തന്നെ ഗംഗപ്രസാദ് കാണിക്കുന്നുണ്ട്. അങ്ങനെ പള്ളി പെരുന്നാളിന് ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ അമലുവിന്റെ കൂടെ തന്നെയാണ് ഗംഗപ്രസാദ് നിൽക്കുന്നത്. ഒന്ന് അമലുടെ കണ്ണ് തെറ്റുമ്പോൾ തന്നെ ഗംഗപ്രസാദ് വേഗം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും കേട്ടോ. കാരണം ഈ പള്ളി എന്ന് പറഞ്ഞത് നമ്മുടെ സിറ്റിയുടെ കുറച്ച് അടുത്തുകൂടിയാണ്, അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗംഗപ്രസാദ് അതേ വേഷത്തിന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് നാട്ടിലേക്ക് എത്താണ്. അതേസമയം പിന്നീട് കാണുന്ന കിരണിനെയും കല്യാണിനെയാണ്. കിരൺ കല്യാണി എടുത്ത് പറയുന്നുണ്ട്, നാളെ ക്രിസ്മസ് ആണ്, നീ എന്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് 5 വർഷമാകാൻ പോണു, നമ്മുടെ കല്ലുമോന് 3 വയസ്സാവാൻ പോകുന്നു, അടുത്ത ക്രിസ്മസിന് കല്ലുമോന് ഒരു കൂട്ടൊക്കെ വേണ്ടേ എന്നൊക്കെയാണ് കിരൺ ചോദിക്കുന്നുണ്ട്. അപ്പൊ കല്യാണി പറയുന്നുണ്ട്, അടുത്ത വർഷം വേണോ അതോ കല്ലുമോന് ഒരു 5 വയസ്സായിട്ട് മതിയോ? അടുത്ത വർഷം എന്ന് പറയുമ്പോഴേക്കും കല്ലുമോന് ഒരു 4 വയസ്സാകും. കുട്ടികൾ തമ്മിൽ 4-5 വയസ്സ് പ്രായത്തിന്റെ വ്യത്യാസം വേണം, എങ്കിലേ ഒരു രസം ഉണ്ടാവുള്ളൂ. നീ കേട്ടില്ലേ, ഇപ്പൊ എന്റെ സോണി ഞാനും തമ്മിൽ ഒരു 5 വയസ്സിന്റെ വ്യത്യാസമുണ്ട്, പക്ഷെ ഞങ്ങൾ തമ്മിൽ സൂപ്പർ ആയിട്ടല്ലേ. അപ്പോ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കല്ലുമോൻ അവളുടെ പെങ്ങളാണെങ്കിലും അനിയത്തിയാണെങ്കിലും അനിയനാണെങ്കിലും അവരെ കറക്റ്റ് ആയിട്ട് നോക്കി, നമ്മൾ നോക്കണേക്കാൾ നന്നായിട്ട് കെയറിങ്ങും സ്നേഹവും കൊടുത്ത് അവര് നോക്കും. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് ഇപ്പൊ നമ്മൾ കൊടുക്കേണ്ട സ്നേഹമൊക്കെ കല്ലുമോന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ കുട്ടിനെ കുറിച്ച് ആലോചിക്കണമെങ്കിൽ ഇപ്പൊ തെറ്റൊന്നുമില്ല, നമുക്ക് ആലോചിച്ച് കളയാം എന്ന് കല്യാണി പറയണം. അങ്ങനെ ഒരു സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അതേസമയം കാർത്തിക എടുത്ത് ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, മോളെ കാർത്തികെ നോക്ക്, ഗംഗപ്രസാദ് മരിച്ചു എന്നൊക്കെ തന്നെയാണ് എല്ലാവരും പറയണത്, പക്ഷെ എനിക്കിപ്പോഴും സംശയമുണ്ട് അവൻ ജീവനോട് ഉണ്ടെന്ന്. ആ സംശയം എനിക്കും ഉണ്ടമ്മേ. അവൻ ജീവനോട് ഇല്ലെങ്കിൽ തന്നെ അവന്റെ ഒരു കാമുകി ഉണ്ടല്ലോ, അവനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ, അവനും അങ്ങനെ തന്നെയാണല്ലോ. എന്തൊക്കെ കേസ് ഉണ്ടെങ്കിലും അവൻ പെണ്ണ് കേസിനെ പോയിട്ടില്ല, കാരണം ഇവള് ഉള്ളത് കൊണ്ടിട്ടായിരിക്കും. അങ്ങനെ അവള് ജയിലിലാണ്, അവളെ എങ്ങാനും തിരിച്ചു വരുവാണെങ്കിൽ, അവൻ മരിച്ചു എന്നെങ്ങാനുള്ള സത്യവാർത്തയാണെങ്കിൽ അവൾ ഇല്ലാതാക്കാൻ പോണത് ആദ്യം നമ്മളായിരിക്കും മോളെ. അവളെയും സൂക്ഷിക്കണം, അവള് മോശക്കാരിയൊന്നല്ല. അറിയാലോ, കിരണിനെയും ബൈജുവിനെയും വിളിച്ചു വരുത്തിയിട്ട് കിരണിന്റെ ദേഹത്ത് കത്തി കയറ്റാൻ പോയപ്പോഴാണ് പ്രകാശേട്ടന്റെ ദേഹത്തേക്ക് ആ കത്തി കൊണ്ടത് എന്നൊക്കെ പറയാട്ടോ. ആ സമയത്ത് അത് കഴിക്കുമ്പോൾ കാർത്തികക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ശരി അമ്മ പറഞ്ഞത്, അവളെയും സൂക്ഷിക്കണം, അവള് നിസ്സാരക്കാരിയൊന്നും അല്ല.
അങ്ങനെ ഗംഗപ്രസാദ് വേഗം തന്നെ നാട്ടിലേക്ക് എത്തുന്നുണ്ട്. നാട്ടിലേക്ക് എത്തിയ ഗംഗപ്രസാദ് ആദ്യം പോകുന്നത് സ്റ്റെഫി ആയിട്ട് മുമ്പ് നിന്നിരുന്ന വീടുണ്ടല്ലോ ആ വീട്ടിലേക്കായിട്ട് പോണത്. അവിടെ എത്തിയിട്ട് ക്രിസ്മസ് പാപ്പയുടെ വേഷമൊക്കെ അഴിച്ചു വെക്കുവാണ്. സമാധാനത്തോടൊന്ന് കിടന്നുറങ്ങുന്നുണ്ട്. നാളെ ആവട്ടെ, നാളെ ഇവിടെ ആരെങ്കിലൊക്കെ കരോള ആൾക്കാർ പോകുമല്ലോ ഓരോരോ വീട്ടില്. ആ സമയത്ത് അവരുടെ കൂടെ കൂടിയതിനു ശേഷം ആ കാർത്തികയുടെ ലക്ഷ്മിയമ്മയുടെ വീട്ടിലേക്ക് പോകണം. അതിനുശേഷം അവരെ രണ്ടുപേരെയും ഇല്ലാതാക്കണം. ക്രിസ്മസ് പാപ്പയുടെ വേഷമാകുമ്പോൾ അവർക്ക് ഒരു സംശയം തോന്നില്ല. കാരണം ഞാൻ മരിച്ചെന്നാണല്ലോ അവരൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല. അവര് ഞാൻ മരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ ഞാൻ വരുമെന്ന് അവരൊരിക്കലും വിചാരിക്കാൻ പോലും പോണില്ല. അപ്പൊ നാളെ തന്നെ അവരുടെ രണ്ടുപേരുടെ ജീവൻ ഇങ്ങ് എടുക്കണം എന്നൊക്കെ ഗംഗപ്രസാദ് വിചാരിക്കണം. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഒരു കരോളുകാരൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ലക്ഷ്മിമ്മയുടെ വീട്ടിലേക്കാണ് അവർ ആദ്യം പോകാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ലക്ഷ്മിമ്മയുടെ വീട്ടിലേക്ക് പോകാൻ പോകുന്ന കരോളുകാരുടെ കൂടെ തന്നെയാണ് നമ്മുടെ ഗംഗപ്രസാദ് കൂടുന്നത്. എന്നിട്ട് അതായത് കരോളുകാരിയും ഡാൻസ് കളിക്കുന്ന സമയത്ത് എവിടുന്ന് ഓടി വരുവാണ് ഗംഗപ്രസാദ്. ശേഷം കരോളുകാരുടെ കൂടെ ഡാൻസ് കളിക്കുന്നുണ്ട്. ലക്ഷ്മിമക്കും കാർത്തികക്കും ഭയങ്കര സന്തോഷമാണ്. അവർക്ക് പൈസ കൊടുത്ത് പറഞ്ഞയക്കുന്നുണ്ട്. പക്ഷെ അവർ പോയിന്നാണ് ലക്ഷ്മിയമ്മയുടെയും കാർത്തികയുടെ വിശ്വാസം. പക്ഷെ അതിൽ ഗംഗപ്രസാദ് മാത്രം പോയിട്ടില്ല. അയാളൊരു ചെടികളുടെ ഇടയിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുക കേട്ടോ. അപ്പൊ കരോളുകാരി പറയണ്ടേ നമ്മുടെ കൂട്ടത്തിൽ ഒരു ക്രിസ്മസ് പാപ്പ വന്നില്ല, വന്നിട്ട് പെട്ടെന്ന് എവിടെ പോയി ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അവരവിടെ നിന്ന് പോവാണ്. ശേഷം ഗംഗപ്രസാദ് ആണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയമ്മയും കാർത്തിക വാതിലടക്കാൻ ഒരു 2 സെക്കൻഡ് വൈകിയപ്പോഴേക്കും വീടിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കാണ്. ശേഷം അവിടെ ഒളിച്ചും പാത്ത് നിൽക്കാട്ടോ. രാത്രി ലക്ഷ്മിയമ്മയും കാർത്തിയും കൂടി കിടക്കാൻ വേണ്ടി റൂമിലേക്ക് പോയി കഴിയുമ്പോഴേക്കും പെട്ടെന്ന് നിലത്തുനിന്നൊരു ശബ്ദം കേൾക്കാണ്. അപ്പോൾ ലക്ഷ്മിയമ്മ പറയണ്ട്, മോളെ കാർത്തികേ, നീ എന്തായാലും ഇവിടെ നിൽക്ക്, താഴത്ത് പോയി ഞാൻ നോക്കിയിട്ട് വരാം. അയ്യോ അമ്മ ഒറ്റക്ക് പോണ്ട, പേടിക്കാനൊന്നുമില്ല മോളെ, നമ്മൾ വാതിലും ജനലൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട്, എന്നാലും ഒന്ന് പോയി നോക്കണല്ലോ, ചിലപ്പോ വല്ല പല്ലിയോ പാറ്റയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് പറയാണ്. എന്തായാലും അമ്മ ഒറ്റക്ക് പോകണ്ട, മോൾ ഇവിടെ കിടക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിമ്മ നേരെ നിലത്തേക്ക് പോവാട്ടോ. നിലത്തേക്ക് പോകുന്ന ലക്ഷ്മിമ്മനെ ഞെട്ടിച്ചു കൊണ്ടിട്ടാണ് ആ ഒരു കാഴ്ച ലക്ഷ്മിമ്മ കാണുന്നത്. നേരത്തെ വന്ന കരോളുകാരുടെ കൂടെ വന്ന ഏറ്റവും പൊക്കവും വണ്ണുള്ള ഒരു ക്രിസ്മസ് പാപ്പ അവിടെ വീട്ടിലിങ്ങനെ നിൽക്കുവാട്ടോ. അത് കാണുമ്പോൾ ലക്ഷ്മിമ്മ ആകെ ഷോക്കായി പോവാണ്. ലക്ഷ്മിമ്മക്ക് മനസ്സിലായി ഇത് ഗംഗപ്രസാദ് എന്ന്. പെട്ടെന്ന് അയാളെ കയ്യിലെ കത്തി ഇങ്ങനെ കറക്കുവാണ്. ലക്ഷ്മിയമ്മക്ക് മനസ്സിലായി ഗംഗപ്രസാദ് തന്നെയാണ്, ഒരു സംശയമില്ല. വേറെ ആരും ഇങ്ങനെ ശത്രുക്കളായിട്ട് ഇങ്ങനെ വേഷം മാറി വരത്തൂല്ല, ഇങ്ങനെ കത്തിയായിട്ട് വരത്തൂല്ലല്ലോ. അങ്ങനെ ഗംഗപ്രസാദ് ആ കത്തിയായിട്ട് ലക്ഷ്മിയമ്മനെ കുത്താൻ വേണ്ടി ഇങ്ങനെ വരുവാട്ടോ. ലക്ഷ്മിയമ്മക്ക് കുത്തുകൊള്ളോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ മാത്രം അറിയാൻ സാധിക്കുള്ളൂ. അതെന്തായാലും സ്വപ്നമൊന്നെല്ലാം തോന്നുന്നു. നമ്മുടെ ഗംഗപ്രസാദ് ശരിക്കും വരുന്നുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. ലക്ഷ്മിയമ്മ ശരിക്കും പേടിച്ച് ടെൻഷനായിട്ട് ഇങ്ങനെ വാ പൊളിച്ച് ഇങ്ങനെ നിൽക്കാട്ടോ. എന്തായാലും കിരണും കല്യാണിയൊന്നും തന്നെ ഇത് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെന്തായാലും ആ സമയത്ത് അവിടെ എത്തുമെന്ന് അറിയില്ല. ഇനി നമ്മുടെ ലക്ഷ്മി പോയതിന് നമ്മുടെ ദീപ പോയതിന് പിന്നാലെ ലക്ഷ്മിയമ്മയും പോകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ഒരു സംശയം ഉണ്ട് കേട്ടോ. എങ്കിൽ മാത്രമേ ഗംഗപ്രസനെ പിടികൂടാനായിട്ട് മറ്റുള്ളവർക്ക് പറ്റുള്ളൂ. എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡ് തന്നെയാണ് നാളത്തെ എപ്പിസോഡ്, അതിലൊരു സംശയമില്ല. പിന്നെ മനോഹറിന്റെ എന്തോ ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റത്തെ ഭാഗമില്ല, അതിന്റെ ചെറിയൊരു ഭാഗം കൂടി നാളത്തെ എപ്പിസോഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.